ഹായ്, ഞാൻ ഗാഥ. എല്ലാവർക്കും ഗാഥാസ് ക്രിയേറ്റീവ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു പ്ലാൻ ബോട്ടിൽ ആർട്ടാണ്. പിന്നെ നമുക്ക് കുപ്പിയിലും ചെടി നടാം. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാം നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. കുറച്ച് വീതിയുള്ള ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് വീതിയുള്ളതാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ആദ്യം ബേസ് കോട്ടായിട്ട് അടിക്കുന്നത് വൈറ്റ് കളറാണ്. സ്പോഞ്ച് വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഫസ്റ്റ് കോട്ടാണ്. ഇനി നമുക്ക് സെക്കൻഡ് കോട്ട് നമുക്ക് ശരിക്കും വേണ്ട കളർ നമ്മൾ സെക്കൻഡ് കോട്ടിൽ കൊടുക്കും. സ്പോഞ്ച് വെച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. ഫസ്റ്റ് കോട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കളർ ഒരു ലൈറ്റ് ബ്ലൂ ആണ് അടിച്ചു കൊടുക്കുന്നത്. അതും സ്പോഞ്ച് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാം. ഞാൻ ഈ ബ്ലൂ ഒരു സ്കൈയുടെ കളറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ സൈഡിലെല്ലായിടത്തും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് കോട്ടും നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ നല്ല ഡ്രൈ ആയതിനു ശേഷം വേണം നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട്. ഇത് ഒരു ലിക്വിഡിൻ്റെ വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡിൻ്റെ ടോപ്പാണ്. അത് ഞാനൊന്ന് രണ്ടായിട്ട് പകുതി മുറിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഇതുപോലെ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് നമുക്കിങ്ങനെ വെക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഏത് ഷേപ്പിലുള്ളതായാലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരു ഹോള് ഉള്ളിലേക്ക് കാണുന്ന രീതിയിൽ ഒരു പോട്ടൊക്കെ ഇരിക്കുന്ന രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു ബ്രൗൺ കളറ് ഫസ്റ്റ് കോട്ട് അതും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അത് നല്ലപോലെ ഹോട്ടായിട്ടാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് അല്ലേ, പെട്ടെന്ന് പോരും. അപ്പോൾ നല്ലോണം ഹോട്ട് ഗ്ലൂ വേണം ഒട്ടിക്കാനായിട്ട്. പിന്നെ ഹോളൊന്നും വരാതെ നമുക്ക് ഒട്ടിക്കണം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു മണ്ണ് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഹോളൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഹോള് വരാതെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അത് നല്ലപോലെ ഹോട്ടായിട്ടാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് അല്ലേ, പെട്ടെന്ന് പോരും. അപ്പോൾ നല്ലോണം ഹോട്ട് ഗ്ലൂ വേണം ഒട്ടിക്കാനായിട്ട്. പിന്നെ ഹോളൊന്നും വരാതെ നമുക്ക് ഒട്ടിക്കണം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു മണ്ണ് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഹോളൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഹോള് വരാതെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് മണ്ണ് മതി. നമുക്ക് ഇങ്ങനെ ഒരു ലെയർ ഇടുക. അതിനുശേഷം ഒരു ഈർക്കിൽ വെച്ചിട്ട് കുത്തി കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് അത് മുഴുവൻ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. മുഴുവൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഈർക്കിൽ വെച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഇത് 4 മണിപ്പൂവാണ്. ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നട്ടു കൊടുക്കുന്നുണ്ട്. വലിയ അധികം സൂര്യപ്രകാശവും അതുപോലെ തന്നെ അങ്ങനെയൊന്നും വേണ്ടാത്തതാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. ഇപ്പോൾ നമുക്കിത് ഇൻഡോറിൽ വെക്കാനാണെങ്കിലും കുഴപ്പമില്ലാത്ത അങ്ങനത്തെ ചെടികൾ വേണം നമ്മൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇതാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിന് അത്രയൊന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇതുപോലെ നല്ല രീതിക്ക് തന്നെ ഫില്ല് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ പോട്ടിന് സെക്കൻഡ് കോട്ട് കൊടുക്കണം. അതൊരു ഡാർക്ക് ബ്രൗൺ ആണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അതുമേ കുറച്ച് ബ്ലാക്ക് ഔട്ട്ലൈൻസും അതുപോലെ തന്നെ കുറച്ച് ഷെയ്ഡിങ്ങൊക്കെയാണ് കൊടുക്കുന്നത്. ഞാൻ ബ്ലാക്ക് കുറച്ച് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്രീൻ ഗ്രാസ് വരച്ചു കൊടുത്തിട്ടുണ്ട്.
ലൈറ്റ് ഗ്രീൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേലിയാണ് ഇപ്പോൾ വരച്ചു കൊടുക്കുന്നത്. ഇതും ആ ഒരു സെയിം ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഏറ്റവും ടോപ്പിൽ ഒരു ഗ്രീൻ കളർ, ഈ സെയിം ഗ്രാസിൻ്റെ ഗ്രീൻ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ, അതുപോലെ തന്നെ പൂമ്പാറ്റേനെയും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.